ഹായ് ഹലോ അസ്സാമലൈക്കും. അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം കൃഷികൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് വീടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള ചെറിയൊരു കുഞ്ഞൻ മാവാട്ടോ. ആ മാവിൽ ചെറിയൊരു മാങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒത്തിരി കൃഷികളുണ്ട് കേട്ടോ. അത്യാവശ്യം പച്ചക്കറികളൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് ഉപ്പ. അപ്പോൾ ഞാനതെല്ലാം ഉണ്ടായി നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം നമ്മുടെ ക്യാപ്സിക്കമാണ് കേട്ടോ. ക്യാപ്സിക്കം നല്ലതാണല്ലോ ഉപ്പേരി വെക്കാനായാലും, പിന്നെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്യാപ്സിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തക്കാളി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫ്രണ്ടിൽ തന്നെയുള്ള തക്കാളി തൈകളാട്ടോ. ഇതിലൊക്കെ നിറയെ പൂക്കളും ഇപ്പോൾ അതെല്ലാം കായ്കളായിട്ടുണ്ട്. അപ്പോൾ കാണാനും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഇഷ്ടം കൊണ്ടെടുത്ത വീഡിയോ കേട്ടോ ഇത്. ഇത് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കോഴിക്കൂട്. അതിനുള്ളിലാട്ടോ കോഴിക്കൂടുള്ളത്. ഷീറ്റിട്ട് കൊടുത്തേക്കാണ് പുറത്തേക്ക് കോഴി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുറ്റൊന്നും വൃത്തിയിടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കൃഷികൾ. ഇതെല്ലാം കൃഷി ചെയ്തത് ടെറസിലാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വഴുതനയും പാവയ്ക്കയും അതുപോലെ തന്നെ കുക്കുംബറും എല്ലാം ഉണ്ട് കേട്ടോ. തക്കാളി ഒരുപാടുണ്ട്. ഇതിപ്പോൾ ഞാൻ കായ് ആയതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ കായായി നിൽക്കുന്നത് കാണിച്ചു തരാം.
ഇത് ടെറസിലുള്ള കുക്കുംബറാണ്. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. വെള്ളവും വെയിലും ഒക്കെ ഒരുമിച്ച് കിട്ടിയതുകൊണ്ടായിരിക്കാം. ഇത് കണ്ട കുക്കുംബർ ഉണ്ടായിട്ടിരിക്കുന്ന ചെറിയ കുക്കുംബറാണ് കേട്ടോ. ഇത് പറിക്കാനൊന്നും ആയിട്ടില്ല, ഉണ്ടായിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ കഴിക്കുമ്പോൾ മരുന്നും അങ്ങനെയുള്ള വേണ്ടാത്ത വളങ്ങളോ ഒന്നും ഇട്ടിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതും ഒരു കുക്കുംബർ, അത് താഴെയാണ് കേട്ടോ, ടെറസിലുള്ളതല്ല. ഇത് നമ്മളെ ലെമൺ വൈനിൻ്റെ അടുത്തുള്ള കുക്കുംബറാണ് കേട്ടോ. അതുപോലെ ഇതാണ് കേട്ടോ നമ്മുടെ ലെമൺ വൈന്. ലെമൺ വൈന് നല്ല രസമുണ്ട് അങ്ങനെ കഴിക്കാനും. അതായത് പഴുത്തിട്ടുള്ള ഈ മഞ്ഞ കളറുള്ളതുണ്ടല്ലോ, ഇത് കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു പുളിയും മധുരവും കൂടെ കൂടിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. പക്ഷേ അതൊരു തക്കാളീൻ്റെ ഒരു ടേസ്റ്റും വരുന്നുണ്ട്, ഒരു പുളിയും വരുന്നുണ്ട്. തക്കാളീൻ്റെ ചെറിയൊരു പുളി, ചെറിയൊരു മധുരവും ഉണ്ട് കേട്ടോ. ഉപ്പിലിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഉപ്പ് പറഞ്ഞതിൽ ഈ ഒരു ലെമൺ വൈന് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിയിലേക്ക് തക്കാളി ആയിട്ട് യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ അങ്ങനെ ചെയ്യാം എന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഇത് ഉപ്പിലിട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ കൂടുതൽ ഞങ്ങൾ ഉപ്പിലിടുക കേട്ടോ ചെയ്യൽ. ഉപ്പിലിട്ട് പെട്ടെന്ന് തീർന്നു പോകുന്നത്, അത്രക്കും ടേസ്റ്റാണ്. പിന്നെ ഇത് ജ്യൂസ് അടിക്കാനൊക്കെ പറ്റും കേട്ടോ. ജ്യൂസ് അടിക്കുന്നവർക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുക, ഒരു മധുരമൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ പച്ചക്ക് തിന്നാനും ടേസ്റ്റാണ്. ഒരു പുളിയും ഒരു മധുരവും കൂടിയുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. കൊള്ളാം. പിന്നെ കുഞ്ഞു പിള്ളേർ സെറ്റിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും ഇത്. ആക്രാന്തത്തോടു കൂടി പൊട്ടിച്ച് കഴിക്കുക. കാരണം അഞ്ചുട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അഞ്ചുട്ടൻ കഴിച്ചിട്ടുണ്ട്. ഒന്ന് കഴിച്ചപ്പോൾ വീണ്ടും വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിക്കണേക്കാട്ടിലും കൂടുതൽ ഭംഗിയായിട്ട് ഇത് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇതുണ്ടായി നിൽക്കുന്ന ഒരു കോലം കണ്ടോ, കൊലയായിട്ടൊരു മുന്തിരി നിൽക്കുന്ന പോലെ നിൽക്കും. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫ്രണ്ടിലൊക്കെ, വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടിക്ക് പകരമായിട്ട് നിൽക്കുന്ന എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇത് കാണാൻ. തോർക്ക് കഴുകട്ടെ. കഴിക്ക. ടേസ്റ്റ് ഉണ്ടോ? ആർക്കാണ്ട്? ആർക്ക്? വാപ്പച്ച എന്ന് പറിക്കുമെന്നാ പറഞ്ഞു. ഇപ്പൊ കവറായിട്ട് വരുന്ന പറഞ്ഞ. കേറ് ഇതിന്റെ മുകളിൽ കേറ്, എന്നിട്ട് എത്തുക നോക്ക്. പറക്കി പറക്കി.
ആ അവർക്ക് അതാ പച്ച കൊണ്ട എൻ്റെ വീട്ടില് ഇതിന്റെ പേര് ലെമൺ വൈൻ എന്നാണ്. ആ വൈൻ എന്നുള്ളത് കൊണ്ട് ഇവന്മാർ എതിർക്കും. ആ ഇങ്ങനത്തെ ഉറങ്ങെടുത്തിട്ടെ ഉറെടുക്ക് ഉറെടുക്ക് ഉറയിട്ട് ഉറ ഉറ പച്ച പറിക്കണേ, പച്ചല്ല പഴുത്ത നല്ല ടേസ്റ്റ്. അങ്ങനെ തിന്നാന് ഉണ്ടോ വീരാൻകുട്ടി തിന്നണ്? മോം മോം ഏ ഇതങ്ങനൊന്നുമില്ല. ചോനെ അത് കയ്യപ്പിടി ഇതുകൊണ്ട് ഞാൻ പിടിച്ചോളാം. മുട്ട അവിടെ വന്ന് നിക്കുന്ന ചെറുതാ. താങ്ക് യു. വാ വാ വാ, ഇതാണ് അതിന്റെ യന്ത്രം. ഇനി പപ്പായ പറിക്കാൻ പോവാ. പിന്നെ ഇത് നമ്മുടെ ബുഷ് നാരങ്ങയാണ് കേട്ടോ. അതിന്മേൽ നല്ലോണം നാരങ്ങ ഉണ്ടാവാറുണ്ട്. വെള്ളമൊക്കെ കലക്കി അടിപൊളിയാണ്. അങ്ങോട്ടാ ഇനികൊണ്ട് എത്തൂല. അങ്ങോട്ടോ കർമ്മത്ത് തലേന്നിക്കേ അങ്ങോട്ട് പോ. മറ്റേതായില്ലേ അതായിരിക്കുന്നു. പിന്നെ നോക്കൂ ഗൈസ്, ഇഷ്ടം പോലെ നമ്മൾ ഓർക്കാപ്പിളി ഇരുമ്പമ്പുളി ഇട്ടാ ഉണ്ടായിട്ടുണ്ട്. അച്ചാറൊക്കെ ഇട്ടുന്നവർക്ക് ഇത് കാണുമ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരിക. ഇത് കഴിക്കുമ്പോൾ പുളിയൊക്കെയാണല്ലോ ഉണ്ടാവുക.
അത് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ കടച്ചക്കൻ്റെ തൈ കുഴിച്ചിട്ടതാട്ടോ. അപ്പോൾ വലിയൊരു പപ്പായനും. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇത് ഈ ഒരു വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാട്ടോ. സ്പെഷ്യലായിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പെട്ടെന്ന് കുളിച്ച് മാറ്റി ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ കല്യാണം ഉണ്ടായിരുന്നു. അതിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും മാറ്റി ഒരുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ബാക്കിലിരിക്കില്ലേ, അപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്ത് കളിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പറിച്ചെടുത്ത പപ്പായ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അത് നല്ലോണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് എടുത്ത് വെച്ച പപ്പായാണ് കേട്ടോ. രാത്രിയിൽ ഞാനങ്ങനെ ഫുഡൊന്നും കഴിക്കാറില്ല, റൈസ് കഴിക്കൂല കേട്ടോ. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഈ പപ്പായ കഴിച്ചോട്ടെ കേട്ടോ. അപ്പോൾ പപ്പായ കഴിക്കട്ടെ കേട്ടോ. ഇതാട്ടോ നമ്മുടെ പപ്പായ. രാത്രി വേറെ ഫുഡൊന്നുമില്ല, പപ്പായ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നലെ രാത്രി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു പപ്പായ. അവരെ പപ്പായൊക്കെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ടോ നോക്കാം, മധുരം ഉണ്ടോ ഇല്ലേ. ഇതിൽ നിന്നൊരു പീസ് എടുക്കുക. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഫുഡ് ഇതാട്ടോ. രാത്രി ചോറൊന്നും കഴിക്കലില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കും. അഞ്ചൂട്ട അവിടെ കാർട്ടൂൺ കണ്ടിരിക്കുക. സമയം കാണുന്നുണ്ടോ? 8:15 ഞാൻ അത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫുഡ് കൊടുക്കാം അഞ്ചുവിന്. ചിറകുകൾ മുളയ്ക്കുവാൻ കാക്കണേ, വാനിലായി പാറി പറക്കുവാൻ ആശയാൽ വിളക്കുകൾ അണച്ചിടാതെ നോക്കണേ, വഴികളിൽ തട്ടി വീണിടാതെ കുഞ്ഞിനെ. ചിറകുകൾ മുളയ്ക്കുവാൻ കാക്കണേ, വാനിലായി പാറി പറക്കുവാൻ ആശയാൽ ചിറകുകൾ മുളയ്ക്കുവാൻ കാക്കണേ, വാനിലായി പാറി പറക്കുവാൻ ആശയാൽ വിളക്കുകൾ അണച്ചിടാതെ നോക്കണേ, വഴികളിൽ തട്ടി വീണിടാതെ കുഞ്ഞിനെ. ചിറകുകൾ മുളയ്ക്കുവാൻ. ഫുഡ് കഴിച്ച് വന്നപ്പോഴത്തേനുള്ള കാഴ്ച കേട്ടോ. ഫുള്ള് എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടെ നിരത്തിയിടും. എന്നിട്ടുണ്ടോ വില്ലനായിട്ട് നടക്കണത്, ഓടിപ്പോണതുണ്ടോ. സോഫൻ്റെ കുഷ്യന് എല്ലാം തട്ടിമറിച്ചിട്ട് കണ്ടോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. ചിറകുകൾ മുളയ്ക്കുവാൻ കാക്കണേ, വാനിലായി പാറി പറക്കുവാൻ ആശയാൽ. ഉമ്മച്ചി അഞ്ചുട്ടനും എന്തുണ്ടാക്കുന്ന പറയും. ഉമ്മച്ചി അഞ്ചുട്ടൻ എന്താ ഉമ്മച്ചി അഞ്ചുട്ടൻ എന്താ ഉണ്ടാക്കുന്നത്? അതിനടുത്തുനിന്ന് വീട്ടൊക്കെ പറയും. ഉമ്മച്ചി അഞ്ചുട്ടൻ എന്താ ഉണ്ടാക്കുന്നത്? നൂഡിൽസ്. അഞ്ചുട്ട അമ്മച്ചി ഉണ്ടാക്കൂ, അഞ്ചുട്ട തിന്നു. ഓക്കെ ഉണ്ടോ? ഒക്കെ റെഡി ആയി വരുന്നുണ്ട്. നമ്മൾ ഇൻഡോമി നൂഡിൽസ് ഉണ്ടാക്കുന്ന പറയേ. ഇൻഡോമി ഇൻഡോമി ഇൻഡോമി
ഉണ്ടാമി നൂഡിൽസാ പറയും. ആ ഇഞ്ചിട്ടൊക്കെ ഇഷ്ടാണോ? നോക്കട്ടെ ഉമ്മച്ചി ടേസ്റ്റ് ചെയ്ത ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? ടേസ്റ്റ് ഉണ്ടോ നോക്ക്, തിന്നിട്ട് പറയും ടേസ്റ്റ് ഉണ്ടോ. ഉമ്മച്ചി ഉണ്ടാക്കിയത് ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? അത് തിന്ന് എന്നിട്ട് പറയ്. ആ സ്പൂണാണോ വേണ്ടത്? എന്നാ അതിനോട് തിന്ന്. തിന്നേ. ടേസ്റ്റ് ഉണ്ടോ? എന്നാ സൂപ്പർ പറയും. ഇങ്ങനെ സൂപ്പർ പറയും. ആണോ? സൂപ്പർ ഉണ്ടോ? ഗുഡ് ബോയ്യാ, നല്ല കുട്ടി. വേഗം തിന്നിട്ടോ. ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ ഉപ്പ്, മറ്റേ ഉപ്പ് ഞാൻ ഇതിലേക്ക് മുഴുവൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ. ഞാനത് മുഴുവൻ ഇട്ട് കൊടുക്കലില്ല നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ. അത് ഭയങ്കര ഉപ്പാണ് അതിൽ. അത് ഫുള്ള് ഇട്ട് കൊടുത്താൽ പാക്ക് മൊത്തം അങ്ങനെ ഇട്ട് കൊടുക്കില്ല. ഞാൻ കുറച്ച് ഇട്ടെടുത്തിട്ട് വെള്ളം വറ്റിക്കുക ചെയ്യൽ. അങ്ങനെ ഗൈസ്, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. റെഡി ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. പക്ഷേ അനുകാക്ക ഇറങ്ങണില്ല കേട്ടോ. എത്രയോ എണീക്ക്. ഞങ്ങൾ പോകാട്ടോ. കുഞ്ഞു ചാവി കിട്ടാനുള്ള അത്ര പാടില്ല. വീടെത്തി ഗൈസ്. അതിനുശേഷം ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ടോ. ഉപ്പാൻ്റെ ഉമ്മാക്ക് തീരെ വയ്യേനു, കാല് മുറിഞ്ഞ് കിടക്കുക കേട്ടോ. അപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാനിതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 10-15 ദിവസമൊക്കെ ആയിട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോയി ഉമ്മാനെ ഒന്ന് കണ്ടു. അതിനുശേഷം എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി, എൻ്റെ കുഞ്ഞാമ്മ സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞാമ്മനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെയും പോയി കുഞ്ഞാമ്മനെയും കുഞ്ഞളാപ്പാനെയൊക്കെ കണ്ടു. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ 1 മണി ആയിട്ടുണ്ട് കേട്ടോ. 1 മണി 1:15 ഞങ്ങൾ പോരുന്ന വഴിയാണ്. അനുകാക്ക വീട്ടിൽ കുറേ സമയം കിടന്ന് ഉറങ്ങിയതിന് ശേഷം കേട്ടോ 1 മണി ഒക്കെ ആയപ്പോഴാണ് എണീറ്റത്. അത് ഞാൻ വിചാരിച്ചു മിണ്ടാതെ കിടന്ന് ഉറങ്ങാതെ. ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോഴത്തേനും അനുകാക്ക ഉണർന്ന്. അങ്ങനെ ഇപ്പോൾ പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ 1 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് പോന്ന്
വീട്ടിലെത്തിയപ്പോഴത്തേനും 2:30-2:45 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കിടന്നുറങ്ങിയപ്പോൾ എത്രയോ ടൈമായിട്ടുണ്ട്, ഓർമ്മയില്ല അപ്പോഴാണ് കിടന്നുറങ്ങി. 2:45 ആയിട്ടുണ്ട് ഇവിടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ. ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ നല്ല നിലാവ് കേട്ടോ. കണ്ടോ അമ്പിളിമാമ, നല്ല രസമുണ്ട്. ഏത് ഇതല്ലേ? ഇത് അഞ്ചുട്ടുണ്ടാക്കിയതാ? നല്ല രസമുണ്ടല്ലോ. ഇത് ദീവൻ്റെയാ? ഇത് സൂപ്പറായിക്കണ് കേട്ടോ. ആ അത് ഊരല്ലേ അഞ്ചുട്ടാ? Hey, tuh coba di dalam.